അത്താഴം കഴിഞ്ഞു മുറിയിലിരുന്ന് PG സ്റ്റുഡൻസിന്റെ പേപ്പർ നോക്കിയായിരുന്നു സച്ചു. അവർക്ക് എക്സാം ഇട്ടിരുന്നു. ചിലർ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്, മറ്റു ചിലർ ആർക്കോ വേണ്ടി പോലെ. വേറെ ചിലത് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻ തന്നെ ആൻസറായി എഴുതി വെച്ചിട്ടുണ്ട്. ചിലത് നോക്കി തുടങ്ങുമ്പോ തന്നെ പ്രാന്തം പിടിക്കും. അതുകൊണ്ട് നന്നായി പഠിക്കുന്ന കുട്ടികളുടെ പേപ്പർ ആദ്യം ചെക്ക് ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ഉഴപ്പന്മാരുടെ പേപ്പർ ഉണ്ട് തലക്ക് വട്ട പിടിച്ച് നന്നായി എഴുതിയവർക്ക് പോലും മാർക്ക് കൊടുക്കാൻ തോന്നില്ല. ഓരോ ആൻസർ ഷീറ്റ് നോക്കി മാർക്ക് എടുപ്പിടും. ഇടയ്ക്ക് അവന്റെ ശ്രദ്ധ ബെഡിൽ ആമിയിലേക്ക് നീണ്ടു പോകുന്നുണ്ട്. കൈരണ്ട് നെഞ്ചു വെച്ച് എന്തോ ആലോചിച്ച് കിടക്കുക. ഇത് രാവിലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതിന് ശേഷം പുള്ളിക്കാരി എന്തൊക്കെയോ ആലോചിച്ച് തല പുണ്ണാക്കുന്നുണ്ട്. പഠിക്കാനിരിക്കപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. അതുകൊണ്ട് 4 വഴക്കും പറഞ്ഞു. പിണക്കത്തിലാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇപ്പൊ മടി ചാടിക്കേറി കഴുതി തോന്നിയത്. ഇപ്പൊ ചെയ്യുന്ന പണി പോലും ചെയ്യിക്കില്ല. ആമി ഡി പിണക്കോളൂ. ആൻസർ ഷീറ്റ് നോക്കിക്കൊണ്ട് ഞാൻ സഞ്ജു ചോദിച്ചിട്ട് ആള് മിണ്ടിയില്ല. നോക്കുമ്പോ അവളിപ്പോഴും സ്വപ്നലോകത്താ. സഞ്ജു ടേബിളിൽ നിന്ന് സ്മൈലി ബോൾ എടുത്തെറിഞ്ഞു. ആമി ഞെട്ടിപ്പോയി. അവള് കമിഴ്ന്ന് കിടന്ന് കയ്യിൽ താടി കുത്തിയിരുന്നു. എന്ത് സഞ്ജു ഏട്ടാ, എന്താണ് ഇത്ര ആലോചിച്ചിരിക്കുന്നത്? പുതിയ കുരുത്തക്കേട് വല്ല ഒപ്പിച്ചോ നീ? സ്പെക്സ് മാറ്റി മുഖമൊന്ന് കുടഞ്ഞോണ്ടാ ചോദ്യം. സഞ്ജയ് ഇങ്ങോട്ടൊന്ന് വന്നേ. ആമി വിളിച്ചു. പേപ്പറെല്ലാം ഏകദേശം നോക്കി തീർത്തുകൊണ്ട് അതെല്ലാം ഒതുക്കി അവൻ എഴുന്നേറ്റ് വെട്ടിച്ചാരിയിരിക്കും. ആമി അവന്റെ മടിയിലും വലിഞ്ഞു കയറി. സഞ്ജയേട്ടാ, ഞാൻ ആ ശില്പാ മിസ്സിനെ കുറിച്ച് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ ഷർട്ടിന്റെ ബട്ടൺസ് പിടിച്ചിളക്കിക്കൊണ്ട് ആമി പറഞ്ഞു. എന്താണ് ഇത്ര ആലോചിക്കാൻ എന്ന ഭാവം അവന്റെ മുഖത്തും. മനുഷ്യന്മാരുടെ മനസ്സിൽ എന്താണ് ദൈവം തമ്പുരാൻ മാത്രം അറിയുള്ളല്ലേ. എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തൊരു പാവമായിരുന്നു നമ്മുടെ മുമ്പിൽ. അവരുടെ മനസ്സിൽ ഇത്രയും പ്രത്യേകത അറിഞ്ഞില്ല. എന്നാലും പെണ്ണുങ്ങൾക്ക് ഇങ്ങനെ തോന്നുവോ? അതൊരു ടീച്ചർ തോന്നുന്നു ഇപ്പൊ മനസ്സിലായില്ലേ. ഇതൊരു സെക്ഷുവാലിറ്റി ആണല്ലോ, ഹോമോസെക്ഷൽ പോലെ. എല്ലാവരും ഉള്ളപ്പോലെ ആവില്ല. ആർക്കും ഒരു ഉപദ്രവം ചെയ്യാതെ മാന്യമായി ജീവിക്കുന്നവരുണ്ട്. ഇവൾക്ക് വെറും കഴ. സഞ്ജു പറഞ്ഞു മുഴുവിപ്പിച്ചില്ല. അവൻ എന്താ പറയാൻ പോയതെന്ന് മനസ്സിലായതുപോലെ ഹാമി അവനും വീഴ്ച നോക്കി. അവൻ കണ്ണു ചെപ്പി. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ശില്പ മിസ്സേ ഇടയ്ക്ക് എന്റെ കവിളിലൊക്കെ തലോടാറുണ്ട്, തോളിലൊക്കെ കൈയിട്ട് പിടിക്കും, പിന്നെ കെട്ടിയൊക്കെ പിടിക്കുമ്പോ എന്നെ കണ്ണുകൊണ്ടായിരിക്കും നോക്കിയിട്ടുണ്ടാവുക. അത് ചോദിക്കുമ്പോ ആമയുടെ മുഖത്തെന്തോ വെപ്രാളം പോലെ തോന്നി അവര്. ഈ മുഖത്ത് നോക്കി എങ്ങനെ പറയും ആ മൊബൈലിൽ ഇവളുടെ ചിത്രങ്ങൾ ഉണ്ടായിരുന്നത്? വേണ്ട, ഇവളറിയണ്ട. അവൾ സമാധാനത്തോടെ ഇരുന്നോട്ടെ. എന്തും അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നി. എനിക്ക് മാത്രമല്ല, വിനീതി രേവതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞ് എന്താ പറഞ്ഞു പോയത് ആമി ഓർത്തത് സജ ശ്രദ്ധിച്ചത്. അവൻ അവളുടെ ഇടുപ്പിൽ വിരൽ കൊണ്ടമർത്തി. ആമി നിരവില് കൊണ്ടു. ഫ്രണ്ട്സിനോട് പറഞ്ഞല്ലേ നീ? അവന്റെ ഒച്ച മാറി. ഇല്ല സഞ്ജേട്ടാ. ആമി അവളുടെ കള്ളത്തരം കണ്ടുപിടിച്ച പോലെ അവനെ ഇരുത്തിയെന്ന് നീട്ടി പിടിച്ചു. ആമി അവന്റെ നെഞ്ചിലേക്ക് പതുങ്ങി. ആരോടും പറയരുതെന്ന് പറഞ്ഞതല്ലേ നിന്നോട്, പിന്നെന്തിനാ പോയി പറഞ്ഞത്? ഒറ്റയടിക്ക് ദേഷ്യം പിടിച്ചിട്ടുണ്ട് അവന്. വിനീതിനോടും വിഷ്ണുവിനോടും, പിന്നെ രേവതി, ലീന, രേഷ്മ അവരോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവരിത് മറ്റാരോടും പറയരുത്. എന്റെ തലയിൽ കൈവച്ച് സത്യം ചെയ്തിട്ടുണ്ട്. ദേഷ്യപ്പെടല്ല കേട്ടോ, എന്റെ ഫ്രണ്ട്സ് അല്ലേ. കണ്ണൊക്കെ ചിരിക്കും. എന്റെ അല്ലേ എന്നൊരാക്ഷനോട് ആമി കൊഞ്ചുന്നുണ്ട്. എന്നിട്ട് സഞ്ജുവിന്റെ ബോക്കുഭാവമൊന്നും മാറിയിട്ടില്ല. അവൻ അവളെ നോക്കാതെ മുഖം വെട്ടിച്ചേർത്ത്. ആമി അവനെ കൂർപ്പിച്ച് നോക്കി. പറഞ്ഞ ആൻസറിലില്ലാത്ത പെണ്ണെന്നൊക്കെ പെറുപെറുക്കുന്നുണ്ട്. ഓയ് പിണങ്ങിയോ? ആമി അവന്റെ താടിയും പിടിച്ചൊന്ന് വലിച്ചു. അവൻ അവ നോക്കി. എന്റെ എല്ലാം അല്ലേ എന്റെ ചീലത്ത്. ഷർട്ടിന്റെ ഇടയിലൂടെ കൈയിട്ട് ഇടനെഞ്ചി തഴിയെ പാടി മുഴുകിട്ട് മുന്നേ സജ്ജ അവളുടെ ഇടുപ്പിലൂടെ അമർത്തി ഒന്ന് നോക്കി. പിന്നെ അവളെ മടിയെന്ന് ഇറക്കി. അവൻ പിച്ചയായി. ആമിക്ക് നല്ലതുപോലെ വേദനിക്കുന്നുണ്ടായിരുന്നു. സഞ്ജു ഷർട്ട് അഴിച്ചു മാറ്റി തിരിയുന്നു. ആമി ടോപ്പ് നോക്കി ഇടുപ്പിൽ പരതുകയാണ്. ചുവന്നു. എനിക്ക് നല്ലോണം വേദനിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ വേദനിപ്പിക്കും സഞ്ജേട്ടനെ. ആമി വാശി വീട്ടില് മുട്ടുകുത്തി നിന്നപ്പോഴേക്കും സജ്ജ കുറുമ്പോടെ ലൈറ്റ് ഓഫ് ചെയ്തവൻ. അവൾ അടങ്ങി കിടക്കുമെന്ന് വിചാരിച്ചവൻ തെറ്റി. പെട്ടി കിടക്കാതെ 2 കാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ആമി അവന്റെ അരക്കെട്ട് കയറിയിരുന്നു. സഞ്ജു പകച്ചുപോയി. ആമി ഇങ്ങോട്ട് മാറിക്കുന്നേ. നെഞ്ചിലായി ഇഴയുന്ന അവളുടെ പേരിൽ
സഞ്ജു പിടിച്ചു വെച്ചു. എന്നെ പെച്ചിയില്ലേ, എനിക്ക് വേദനിപ്പിക്കണം. അത് പറയലും ആമി അവന്റെ മുഖം പിടിച്ചെടുത്ത് കീഴ്ച്ചിട്ട് കടിച്ചെടുത്തു. സഞ്ജു ഒന്ന് ഉയർന്നുകൊണ്ട് അവളുടെ മുടിക്കുള്ളിലൂടെ കൈയും കടത്തി. ആമയ്ക്ക് മതിഭ്രമം ബാധിച്ച പോലെയാണ്. അവൾ സഞ്ജുവിനെ കടിച്ചു നോച്ചു. ചുണ്ടുകൾ അമർത്തി നിറഞ്ഞു. അവളുടെ തോളപ്പം വിട്ടേം കൂടി അവന്റെ മുഖം മറച്ചു. ആമയുടെ ടോപ്പിന്റെ ഉള്ളിലൂടെ എപ്പോഴും അവന്റെ കൈകളും നോണ്ടും കയറി അവളുടെ നഗ്നമായ മുതുകിൽ അവന്റെ കരുത്തിട്ട കരങ്ങൾ എഴുന്നു. ഇന്നറിന്റെ കൊളുത്തുകൾ ഇളക്കി മാറ്റുമ്പോൾ ആമി കുറുക്കളോടെ പിന്മാറി. സഞ്ജു അങ്ങനെ തന്നെയാണ് മറിച്ചിട്ട് രണ്ടാൾ ഗാഠമായി പരസ്പരം പുണർന്നു നടന്നു. ആമി അവന്റെ കഴുത്തിൽ ചുണ്ടുരച്ച് സഞ്ജുവിന്റെ ഹൃദയം തുടിച്ചുയർന്നു. അവളുടെ ചെഞ്ചുണ്ടുകളുടെ മൃദുലത അവനെ ഉണർത്തി. കഴുത്തിലേക്ക് മുഖം പൊഴിച്ച് ചുംബിക്കുമ്പോൾ ആമി ബെഡ്ഷീറ്റ് മുറുക്കി പിടിച്ചു. വേണ്ട സഞ്ജു. കഴുത്തം കഴിഞ്ഞ് താഴേക്ക് പോകുമ്പോൾ അവന്റെ മുഖം പിടിച്ചു വെച്ചെങ്കിലും സഞ്ജു അവളുടെ പെനിയൻ ടോപ്പ് വലിച്ചു താഴ്ത്തി ഇത്തിരി വെട്ടത്ത് കണ്ട അവളുടെ നിറഞ്ഞു കിടക്കുന്ന മാർദ്ദം അവനെ മത്ത് പിടിപ്പിച്ചു. അവൻ മുഖം ഉയർത്തി ആമയെ നോക്കി അവളുടെ കൈകൊണ്ട് ഞെരിച്ചു പിടിച്ചു. ആമി കറഞ്ഞു. ഒപ്പം അവന്റെ മുഖം അവിടേക്ക് അമർത്തുകയും ചെയ്തു. ആമി അവനെ പ്രാന്തി പിടിപ്പിച്ചുകൊണ്ടിരുന്നു. അതിനനുസരിച്ച് സഞ്ജുവിനെ കെട്ടുവിട്ടുപോയി. ആമയെ വലിച്ച് എഴുന്നേൽപ്പിച്ച് അവളുടെ ടോപ്പ് തലവരി ഉയർത്തി മാറിലേക്ക് മുഖം പൊടിച്ച് ചുംബിച്ചു. ആമയുടെ അടക്കി പിടിച്ച കുറുകൾ ഷിൽക്കാരങ്ങൾ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങിക്കൂടി. 5 മണിയുടെ അലാറം അടിച്ചു. അന്ന് സഞ്ജു ആമി എഴുന്നേറ്റില്ല. സഞ്ജു നല്ല ഉറക്കാണെന്ന് കണ്ടപ്പോൾ ആമി എപ്പോഴും തഞ്ചത്തിൽ അലാറം ഓഫ് ചെയ്ത് കളയുകയും ചെയ്തു. അതറിഞ്ഞിട്ട് സഞ്ജു എഴുന്നേൽക്കാനും അവളെ തടയാനും മുതിർന്നില്ല എന്നതാണ് മറ്റൊരു സത്യം. അവളെ കെട്ടിപ്പിടിച്ചുള്ള കിടക്ക് അവനെ നന്ദി രസിച്ചു പോയിരുന്നു. സൂര്യനുദിച്ചു. ജനലിനുള്ളിലൂടെ സൂര്യപ്രകാശ അകത്തേക്ക് കടന്നു കിട്ടി. ആമി കണ്ണുകൾ ചിന്തി തുറന്നു. പുറത്ത് പാൽക്കാരൻ വന്നതിന്റെ ഒച്ച കേട്ടു. അതിനൊപ്പം തൂക്കുപാത്രങ്ങൾ തൂക്കി അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിലുള്ളവര് പാൽ വാങ്ങാൻ ഓടുന്ന ശബ്ദം. ആമി മലർന്ന് കിടന്നു കറങ്ങുന്ന ഫാനിലേക്ക് നോക്കി. പെട്ടെന്ന് എന്തോ ഓർത്തു പോയി. ദേഹത്തേക്ക് പുതപ്പോ വയറ് വഴി താഴെ കിടക്കുന്നു. അരയ്ക്ക് മേൽപോട്ട് ഒരു നൂലിഴ പോലുമില്ല. ആമി വേഗം പുതപ്പെടുത്ത് മറിച്ച് അരകി കിടക്കുന്നവൻ നോക്കി. കമിഴ്ന്ന് കിടന്ന് സുഖമായ ഉറക്കത്തിലാണ്. മുടി ഒന്നാകെ ഒലഞ്ഞ് മുഖം ചുവന്ന് കിടക്കുന്നു. എന്തൊരു ഭംഗിയാണ് കാണാൻ. എന്തൊരു സുന്ദരനവന്റെ സഞ്ചരണം നോർത്തപ്പോ ഒരിത്തിരി അഹങ്കാരം തോന്നിയിരുന്നു ആമിക്ക്. പുതപ്പ് മാറോട് ചേർത്ത് തിരിഞ്ഞു കിടന്നു. അവന്റെ മുടി ഇഴകളിൽ തലോടെ എണ്ണമയുണ്ടെങ്കിൽ അലസമായി പറന്നു നടക്കുന്ന മുടിയാണ്. അവന്റെ കവിളിൽ ഏന്തി വരെ ചുംബിച്ച് എഴുന്നേൽക്കാൻ ഭാവിച്ചത്. സഞ്ജു അങ്ങനെ തന്നെ കിടന്നുകൊണ്ട് ആമി ഒറ്റ വലിക്ക് ബെഡിലേക്ക് വീഴ്ത്തി. അത് ശരി, മാഷ് കണ്ണു ഉറക്കമായിരുന്നല്ലേ? ആമി ചോദിച്ചു. തുടരും. ഒന്നുകൂടി മസാജ് ചെയ്തേ ആമി. നല്ല സുഖമുണ്ടായിരുന്നു. കണ്ണടിച്ച് ആമിയുടെ പേരിൽ തലയിലേക്ക് എടുത്തു വെച്ച് സഞ്ജു. ആമി ചിരിയുടെ മുടിയുടെ വിരലൊടിച്ചു. 7 മണിയായിട്ട് സഞ്ജേട്ടാ, ഇന്നലെ ഒരുപാട് വൈകി പറഞ്ഞപ്പോ. ആമി പറഞ്ഞു. വൈകിപ്പിച്ചെന്ന് വേണം. മര്യാദക്ക് കിടന്നുറങ്ങാൻ ഞാൻ പറഞ്ഞതല്ലേ. അത് പറയാ. ഒരു കണ്ണ് തുറന്നു വെച്ചൊരു നോട്ടമായിരുന്നു ആമി. ആ നോട്ടത്തിൽ ആമി പതറി. അത് ഞാൻ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ലല്ലേ. ഇത്തവണ 2 കണ്ണ് തുറക്കി അവൾക്കൊപ്പം ചരിഞ്ഞിടയ്ക്കുകയും ചെയ്തു. ഞാനൊരു ഉമ്മ വെച്ച് തന്നെ ഉള്ളു. അതിന് സഞ്ജേട്ടൻ എന്തിനാ എന്നെ കണ്ടു? ഇവിടെയൊക്കെ ചുവന്ന പാടാ. ആമിയുടെ മുഖം ചുവന്നെടുത്തു. ആമ അവൻ ഒരുപാട് ഇഷ്ടപ്പെടുകയും ചെയ്തു. എന്നെ കൊതിപ്പിച്ചിട്ടല്ലേ നീ? മനുഷ്യന് കൊതി തോന്നി എന്തേ? ആ കൊതി അങ്ങ് തീർത്തേക്കണം. സഞ്ജുവിന്റെ 2 കൈപ്പത്തി പൊതുപ്പിനിടയിലൂടെ ആമിയുടെ ദേഹത്തേക്ക് അരിച്ചേറി അവളുടെ മാറിൽ തഴുകി വിരിച്ചു. ആമ പൊടഞ്ഞു പോയി. തലേ രാത്രി കടിച്ചു തുണഞ്ഞ മാറിലെ പൂമിട്ട് വിരലുകൾ കൊണ്ട് താളം ഇട്ടപ്പോ വിറച്ചു. അവന്റെ കഴുത്തിലേക്ക് മുഖം ചേർത്തു. അവന്റെ കഴുത്തിലെ ചെറിയ മുത്തു പോലുള്ള സ്വർണമാലയിൽ പിടിച്ചു വലിച്ചു. ആമി അവൻ അവളുടെ കാതിൽ അമർത്തി ചുറ്റിച്ചു. അയ്യ സഞ്ജേട്ട, മതി. ആമി വിവശയായിപ്പോയി. സഞ്ജു അവളിന്ന് കൈയെടുത്തു. ഇത്രയല്ലേ ഇന്നലെ നൽകണോ?
പാതി വഴി പോലും ഞാൻ കടന്നിട്ടില്ല. ഇനി ഇതിനപ്പുറത്തേക്ക് എനിക്ക് അരക്കെട്ടും കഴിഞ്ഞു. പാവാടയ്ക്കുള്ളിലും നിടുംബകത്തിൽ അവന്റെ കൈ പാഞ്ഞു കയറാൻ പോയപ്പോ ഹാമി കൈ പിടിച്ചു വെച്ചിട്ട് സഞ്ജു ബാക്കി പറയാൻ മലർന്നു കിടന്ന് കുലുങ്ങി ചിരിച്ചു. സഞ്ജയ് എന്ത് ഇപ്പൊ ഇങ്ങനെയൊക്കെ? ആമി പരവേശത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി. എങ്ങനെയൊക്കെ? വാരിപ്പോ മൂക്കിന് മൂക്ക് വെച്ചാണ് അവന്റെ ചോദ്യം. മഹാ വഷളായിപ്പോ. നീ എന്നെ വഷളാക്കിയതല്ലേ? നിന്റെ അടുത്ത് മാത്രമല്ലേ ആമി. എന്ത് ഇഷ്ടമില്ല? ഇന്നലെ ഞാൻ തൊട്ടപ്പോ ഹാമി വേഗം അവന്റെ ഭാഗത്തെ. അതല്ല സഞ്ജേട്ടാ, മുമ്പൊക്കെ ഞാനൊന്ന് തൊടുന്നത് പോലെ ഇഷ്ടമല്ലായിരുന്നല്ലോ. അതേ ആള് തന്നെ. ഇന്നലെ അവിടേക്ക് തൊട്ടപ്പോ എന്തോ എനിക്ക് നാണാവുന്നു സഞ്ജേട്ടാ. ആ അവന്റെ നെഞ്ചിന് മുഖം പൂർത്തി സഞ്ജു അവള് പൊതപ്പോട് വാരിച്ചിട്ട് പൊക്കി എഴുന്നേറ്റ്. മുമ്പത്തെ പോലെയാണ് ഇപ്പൊ? അല്ലല്ലോ. മാത്രമല്ല, ഞാനൊരു സത്യം പറയട്ടെ. ഒന്ന് നിർത്തിക്കൊണ്ടാവും ചോദിച്ചത്. പറഞ്ഞോ നാമി. എനിക്ക് ഇതാ കൂടുതൽ ഇഷ്ടമായത്. നിന്നിങ്ങനെ ഉമ്മവിക്കാനും കെട്ടിപ്പിടിക്കാനും നിരിക്കാനും കടിക്കാനും ഒക്കെ. സഞ്ജുവിന്റെ വശ്യസ്വരം ആമി നാണം കൊണ്ട് പൂത്തുലഞ്ഞു. സഞ്ജു ആ മുഖം പിടിച്ചെടുത്ത് ചുണ്ടിൽ അമർത്തി ചുടിച്ചു. ഉമ്മുനീരിന്റെ നാണമില്ലാതെ ചുണ്ടുകൾ കൊണ്ട് മാത്രം ചുടിച്ചു ആമിയുടെ പൊതു വീണ്ടും അവർക്കിടയിൽ നകന്നു മാറി. തുടരും.